രാജ്യത്തെ ആദ്യത്തെ ഹരിത നിയമസഭ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നേരത്തെ ജലവിഭവ മന്ത്രിയായിരുന്നു, വനം മന്ത്രിയായിരുന്നു, പരിസ്ഥിതി മന്ത്രിയായിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നു, നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഈ സഭയിലെ ഏറ്റവും സീനിയർമാരിൽ പ്രധാനപ്പെട്ട ഒരാൾ. വളരെ ഏറ്റവും സീനിയർ പിണറായി വിജയനാണ്, അദ്ദേഹം പ്രതിപക്ഷത്താണ്. അത് കഴിഞ്ഞാൽ ജി സുധാകരനുണ്ട്, പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇവരെല്ലാം 80 വയസ്സ്, അറൗണ്ട് 80 ആ പ്രായത്തിലൊക്കെ ഉള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു സീനിയർ നേതാക്കളാണ്. വളരെ സീനിയറായിട്ടുള്ള പരിണിത പ്രജ്ഞനായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർകളെയാണ് സ്പീക്കറായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജി കാർത്തികേയൻ അവർകൾ സ്പീക്കറായിരുന്ന സമയത്ത് വളരെ കൃത്യമായ ചില പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അന്ന് ഞാൻ സ്പീക്കറുമായി സംസാരിച്ചിരുന്നു, ഒരു ചർച്ചയ്ക്ക് പോയി സംസാരിച്ചിരുന്നു. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് അതവിടെ പോയത്. സ്പീക്കറുടെ ശ്രദ്ധയിൽ അത് പെടുത്തുകയും എൻ്റെ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിലൊക്കെ ഞാനത് പെടുത്തി കൃത്യമായത് വളരെ കൃത്യമായി സ്പീക്കറുടെ ഓഫീസ് മീൻസ് നിയമസഭാ കോംപ്ലക്സിനകത്ത് ഉള്ള സ്ഥലത്ത്, അതുപോലെ തന്നെ സ്പീക്കറുടെ വീട്ടിൽ, ഡെപ്യൂട്ടി സ്പീക്കറുടെ വീട്ടിലൊക്കെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സ്പീക്കറോട് പറയാനുള്ള ഒരു കാര്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത നിയമസഭയാക്കി ഇതിനെ മാറ്റണം. ഹരിത നിയമസഭ എന്ന് പറഞ്ഞാൽ ഗ്രീൻ അസംബ്ലി, എല്ലാ അർത്ഥത്തിലും ഹരിതം. ആദ്യം പ്രഖ്യാപിക്കേണ്ടത് ഒരു ഹരിത പ്രോട്ടോക്കോളാണ്. അസംബ്ലിക്ക് ഒരു ഹരിത പ്രോട്ടോക്കോൾ പ്രഖ്യാപിക്കണം. അതിന് കുറേ കമ്പോണൻസ് ഉണ്ട്, അതിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. നമുക്ക് ഏതെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നേരിട്ട് പറഞ്ഞോളാം. രണ്ടാമത്, സോളാർ എനർജി. നമുക്ക് വലിയ പാരമ്പര്യമുണ്ട് സോളാറിൽ. നെടുമ്പാശ്ശേരി വിമാനത്താവളമൊക്കെ സോളാറിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സമ്പൂർണ്ണമായി സോളാറിലേക്ക് മാറ്റാൻ പറ്റുമോ? ഇനി സമ്പൂർണ്ണമായി മാറ്റാൻ പറ്റിയില്ലെങ്കിലും മോഡലായി കുറേ പ്രദേശങ്ങളെങ്കിലും കുറേ ഓഫീസുകളെങ്കിലും സോളാറിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ സോളാറിൻ്റെ ഒരു വലിയ സാധ്യത ആലോചിക്കേണ്ടതാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ കൃത്യമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൾറെഡി കുറച്ച് ചെയ്തിട്ടുണ്ട്, ഇനി ബാക്കി കൂടി ആലോചിക്കേണ്ടതാണ്. ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, അതിൻ്റെ മെഷേഴ്സ് ആരംഭിക്കേണ്ടതാണ്. അപ്പോൾ വേസ്റ്റ്, എനർജി, വാട്ടർ, ഇത്രയും കാര്യങ്ങളിലൊരു സെൽഫ് സഫിഷ്യൻസി വേണം. രാഷ്ട്രപതി ഭവനിൽ നേരത്തെ KR നാരായണൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അത് ഗ്രീൻ ക്യാമ്പസ് അല്ല, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മാത്രമാണ്. ഗ്രീൻ ക്യാമ്പസ് എന്ന കൺസെപ്റ്റ് അന്ന് വന്നില്ല. ഇപ്പോഴാണ് ആ കൺസെപ്റ്റിന് കൂടുതൽ സാധ്യത വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഓഡിറ്റ് നടക്കണം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് കാര്യം. പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പന്നങ്ങൾ എല്ലാം ഒഴിവാക്കണം. കഴിയുമെങ്കിൽ പരമാവധി പ്ലാസ്റ്റിക് പേനയും ഒഴിവാക്കണം. മഷി പെൻ ഉപയോഗിക്കാമല്ലോ നമുക്ക്. പെൻസിൽ നന്നായി ഉപയോഗിക്കാൻ പറ്റും, മഷിപ്പെൻ ഉപയോഗിക്കാൻ പറ്റും. പേപ്പർലെസ് ആക്കാൻ പറ്റുമോ സ്പീക്കറുടെ ഓഫീസും സംവിധാനങ്ങളും? ഘട്ടം ഘട്ടമായി ചെയ്ത് എല്ലാം കൂടി നാളെ രാവിലെ പേപ്പർലെസ് ആക്കണ്ട. ഘട്ടം ഘട്ടമായി സ്പീക്കറുടെ ഓഫീസും സംവിധാനവും പേപ്പർലെസ് ആക്കാൻ പറ്റുമോ? ഇനി പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിച്ച വൺ സൈഡ് പേപ്പറുകൾ ബാക്കി വരുന്നതിനെ തൂക്കി വയ്ക്കാതെ അതിനെ ബുക്കുകളാക്കി അത് കൊടുക്കാൻ കഴിയുമോ? എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉപകരണങ്ങൾ മാത്രം ഉപയോഗിക്കാവോ എല്ലാ പരിപാടികൾക്കും? പേപ്പർ ഫയൽ, ജൂട്ടിൻ്റെ ബാഗ്, പേപ്പർ പേനയുണ്ട് കേട്ടോ. പേപ്പർ പേന, അതിനകത്ത് ഈ ഫില്ലർ മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക്, ബാക്കിയെല്ലാം പേപ്പറാണ്. പേപ്പർ പേന തുടങ്ങിയിട്ടുള്ള മെറ്റീരിയലുകൾ അവിടെ ഉപയോഗിക്കാമോ? ലെറ്റർ ഹെഡ് മുതൽ എല്ലാ സംവിധാനങ്ങളും, ബോർഡ്, നിയമസഭയുടെ ബോർഡ്, എല്ലാ കാര്യത്തിലും ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരാൻ കഴിയുമോ? പിന്നെ ഞാൻ ഈ പറഞ്ഞ പല ഘടകങ്ങളും കൂടെ ചേർത്തുകൊണ്ട് ഔഷധത്തോട്ടം അതിനകത്ത് പറ്റുമോ? നക്ഷത്രവനം അതിനകത്ത് പറ്റുമോ? നക്ഷത്രവനം എന്ന് പറഞ്ഞാൽ 27 നക്ഷത്രമുള്ളൂ. നക്ഷത്രവനം എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രം വെച്ച വിശ്വാസത്തിൻ്റെ പ്രശ്നമായിട്ട് ഞാൻ പറഞ്ഞതല്ല. കുറേ നല്ല അന്തരീക്ഷം വരുന്ന, കൂടുതൽ നല്ല ഓക്സിജൻ വരുന്ന ചെടികൾ വയ്ക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഔഷധത്തോട്ടം അതിനകത്ത് പറ്റുമോ? ഇനി ഒരു വലിയ കൺസെപ്റ്റ് ഉണ്ട്. അത് കേരള നിയമസഭയുടെയും കേരള രാഷ്ട്രീയത്തിൻ്റെയും ചരിത്രം എല്ലാം കൂടി പറ്റുന്ന ഒരു മ്യൂസിയം കൂടി ചെയ്യാൻ പറ്റുമോ? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൻ്റെ പരശുരാമൻ മഴുവെറിഞ്ഞു, അത് മിത്താണ് അല്ലെങ്കിൽ കഥയാണ്. ഞാനൊരു കാലഘട്ടം പറഞ്ഞതാണ്. ആ കാലഘട്ടം മുതൽ കേരളം 2026 വരെ എത്തി നിൽക്കുന്ന ഒരു പീരീഡ് ഉണ്ട്. അപ്പോൾ രണ്ടായിട്ട് കേരളത്തിൽ തിരിക്കണം. 57 മുതൽ 2026 വരെയുള്ള ഒരു പീരീഡും 57 മുമ്പുള്ള പീരീഡും. ഈ രണ്ട് കാലഘട്ടത്തിലെ കേരളത്തിലെ
പ്രമുഖമായ വ്യക്തിത്വങ്ങൾ, പ്രമുഖ സംഭവങ്ങൾ, സഭ ചേർന്ന കാര്യങ്ങൾ, ആദ്യത്തെ സഭയുടെ കാര്യങ്ങൾ മുതൽ ഇതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും അടങ്ങുന്ന മനോഹരമായ ഒരു ഡിജിറ്റൽ മ്യൂസിയം. ഡിജിറ്റൽ ചെയ്താൽ മതി, ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്താൽ എന്തായാലും കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം കാണാൻ അവസരം കൊടുക്കുന്നു. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു അവസരമായി ഒരു ഡിജിറ്റൽ മ്യൂസിയം കൂടി ചെയ്യാൻ, ഒരു കൾച്ചറൽ മ്യൂസിയം എന്നോ ഒരു ഹെറിറ്റേജ് മ്യൂസിയം എന്നോ അല്ലെങ്കിൽ പാരമ്പര്യ മ്യൂസിയം എന്നോ സാംസ്കാരിക മ്യൂസിയം എന്നോ കേരള പൈതൃക മ്യൂസിയം എന്ത് പേരുകൊണ്ടും ഇടാം. അതൊക്കെ സ്പീക്കർക്കും സ്പീക്കറുടെ ഓഫീസിനും ഒക്കെ പറ്റുന്ന പേരുകളിടാം, അല്ലെങ്കിൽ സംവിധാനം. പക്ഷേ ഇതൊരു കൺസെപ്റ്റാണ്. അപ്പോൾ 2 കൺസെപ്റ്റ് സ്പീക്കറെ മുന്നിൽ വയ്ക്കുന്നു. ഒന്ന്, ഹരിത ക്യാമ്പസ് ആക്കുക. 2, ഡിജിറ്റൽ മ്യൂസിയം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഡിജിറ്റൽ മ്യൂസിയത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ആർക്കൈവുകളിൽ കൂടെ ചേർത്തുകൊണ്ടുള്ള നല്ലൊരു ആർക്കൈവുകളും അവിടെ കൊണ്ടുവരിക. സ്പീക്കറുടെ നേതൃത്വത്തിൽ മറ്റൊരു കാര്യം കൂടി ചെയ്യാവുന്നതാണ്. പുതുതായി തിരഞ്ഞെടുത്ത MLA-മാർ വളരെ അധികമാണ്. മന്ത്രിമാർ, പരിണതപ്രജ്ഞരായ മന്ത്രിമാരുണ്ട്, അവർ നിൽക്കട്ടെ. അവരെ നമുക്ക് അവരെക്കപ്പുറം പുതിയ MLA-മാരെ ഈ വികസനത്തിൻ്റെ നിയമസഭാ ചട്ടങ്ങളും കാര്യങ്ങളെല്ലാം പഠിപ്പിക്കും. പക്ഷേ വികസനത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കൂടി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ചില പരിപാടികൾ കൂടി ചെയ്യേണ്ടതാണ്. അവരെ മണ്ഡലത്തിൽ അവർ കാണിക്കേണ്ട. അപ്പം തിരുവഞ്ചൂർ സാറിനൊക്കെ ഒരുപാട് അവരെ ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും സദ്ഭരണം കൊണ്ടുപോകുന്നതിൻ്റെ ആവശ്യകത, ക്ഷേമം കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത, വികസനം കൊണ്ടുപോകേണ്ടതിൻ്റെ സാധ്യതകൾ, ഇതിനെ സംബന്ധിക്കുന്ന ചില വർക്ക്ഷോപ്പുകളും സെമിനാറുകളും കൂടി നടക്കട്ടെ. അങ്ങനെ മനോഹരമായ ഒരു അസംബ്ലി, ഒരു വേറിട്ട വ്യത്യസ്തമായ ഒരു അസംബ്ലി അവിടെ ഉണ്ടാവണം. പബ്ലിക്കിന് ഈ മ്യൂസിയത്തോടനുബന്ധിച്ച് പബ്ലിക്ക് പറ്റിയ ഒരു റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി കൂടി ആലോചിക്കുക. വലിയ ലൈബ്രറി അല്ല, ഡിജിറ്റൽ ആയാലും മതി. ചെറിയൊരു ലൈബ്രറിയും ഒരു റീഡിംഗ് റൂമും കൂടി ആളുകൾക്ക് വന്ന് വായിക്കാൻ പറ്റും. അപ്പോൾ ചുരുക്കത്തിൽ അതൊരു സന്ദർശന സ്ഥലം കൂടിയാക്കി മാറ്റാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ഹരിത ക്യാമ്പസ് ആവട്ടെ, ഡിജിറ്റൽ മ്യൂസിയം വരട്ടെ, കോൺഫറൻസുകൾ നടക്കട്ടെ, പരിശീലനങ്ങൾ ഉണ്ടാകട്ടെ. അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന ഏറ്റവും സീനിയറായിട്ടുള്ള പാർലമെൻറ്റേറിയന്, നിയമസഭാ സാമാജികന് എല്ലാ ഭാവുകങ്ങളും പരസ്യമായി തന്നെ നമ്മൾ പ്രഖ്യാപിക്കുന്നു. ഇനി നേരിട്ട് കണ്ട്, സാറിനെ എനിക്ക് വ്യക്തിപരമായും പരിചയമുണ്ട്, നേരിട്ട് കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ ഇതിൽ തുറന്ന ചർച്ച വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും. പുതിയ ഹരിത നിയമസഭ ഇന്ത്യയിലെ ആദ്യത്തേത് കേരളത്തിലാകട്ടെ. അതിന് നേതൃത്വം കൊടുക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർക്ക് കഴിയട്ടെ.